ഇന്ന് കേശുവാണ് കേട്ടോ കിച്ചണിൽ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല പല്ലുവേദന കൊണ്ട് ഒരു രക്ഷയില്ല. എൻ്റെ പല്ല് കേടായിട്ട് ഒരു രക്ഷയില്ലാത്ത വേദനയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ പറഞ്ഞു അവൻ ചെയ്തോളാം, പറഞ്ഞു കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ കയറി ആൾ ചെയ്യാൻ പോണത് ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. വേറെ ഒന്നുമല്ല, പോർക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല, ഈ ഇരിക്കുന്ന അത്രയേ ഉള്ളൂ. അപ്പോൾ അത് അവന് കഴിക്കാനുള്ള കൊതി കൊണ്ട് അവൻ കുറച്ച് മേടിച്ചിട്ട് വന്നു. ഒരു 250 ഗ്രാമൊക്കെ കാണുള്ളൂ. അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അവൻ അത് വേവിക്കാനായിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും സാധനം, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം അധികം ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി, ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് വേകണം കേട്ടോ. വെന്ത് നല്ല സോഫ്റ്റ് പരുവാകണ വരെ വേവിക്കണം. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണാറുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇങ്ങനെയാണോ പോർക്ക് വെക്കുന്നത്? എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ല, കാരണം ഞാൻ ഈ സാധനം അങ്ങനെ വാങ്ങാറില്ല. അപ്പോൾ പക്ഷേ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറയുമെങ്കിലും ഞാനിതങ്ങനെ വാങ്ങാറില്ല. അപ്പം ഇത് നിങ്ങളിങ്ങനെയാണോ വെക്കുന്നതെന്നൊന്ന് പറയണേ, ഇല്ലെങ്കിൽ നിങ്ങൾ വെക്കുന്ന രീതി ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും വാങ്ങുമ്പോൾ ആ രീതി ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ എനിക്ക് പറയാമല്ലോ എൻ്റെ വ്യൂവറിൻ്റെ ഇതാണെന്ന്, റെസിപ്പിയാണെന്ന്. അപ്പോൾ നമുക്ക് ഇനി പോർക്കൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേവിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവൻ വീഡിയോ എടുത്തപ്പോൾ കട്ടായി പോയിട്ടുള്ളതാട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ അധികം വഴറ്റാതെ തന്നെയാണ് കേട്ടോ അവൻ പൊടികൾ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, അപ്പോൾ ഇതെല്ലാം ഞാൻ മെഷർമെൻറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഒക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി, ഇനി ഒന്ന് ഇതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ആ പച്ചമണം എല്ലാം മാറി ഇതൊക്കെ എല്ലാം കൂടെ ഇതിൽ കിടക്കുന്ന തക്കാളിയും എല്ലാം കൂടെ വഴറ്റി നല്ല ഒരു ഗ്രേവി പോലെ വരും. അപ്പോൾ വേണം നമുക്കിതിലേക്ക് ബാക്കി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു അധികം ഒന്നും വഴറ്റിയിട്ടില്ലല്ലോ സവാള. അപ്പോൾ ഈ ഒരു മസാല കിടന്ന് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. വെള്ളമൊന്നും ചേർക്കരുത്. നമ്മുടെ ആ ഒരു ഒഴിച്ച വെളിച്ചെണ്ണയിൽ കിടന്ന് വേണം ഇത് വഴറ്റി നല്ല അടിപൊളിയായിട്ട് അതൊന്ന് ഗ്രേവി പോലെ ആയി വരും കേട്ടോ. അതുവരെ ഇളക്കി. അപ്പം കുറച്ചുകൂടെ ഗരം മസാല ചേർത്ത് കൊടുക്കേണ്ട ഒരു ഫ്ലേവറിന് വേണ്ടി. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി നമ്മളിത് എല്ലാം ഒരുവിധം വഴറ്റി ഒരു മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കും കൂടെ ചേർത്തിട്ട് ഇനി ബാക്കി അതും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കേണ്ടത്. നന്നായിട്ട് വഴറ്റണം കേട്ടോ. അതിലിപ്പോൾ ഒരിച്ചിരി വെള്ളത്തിൻ്റെ ഒരിതുണ്ട്. ആ വെള്ളം വറ്റണ വരെ നമുക്ക് വഴറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരിച്ചിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത്, അപ്പോൾ നമ്മളിത് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. പിന്നെ നമ്മൾ സവാളയും കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് കുറയുമല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഇത് ആ ആവിയിലിരുന്ന് ഒന്നുകൂടെ എല്ലാം ഒന്ന് നല്ല മിക്സായി വരണം കേട്ടോ. അതുവരെ അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ പരുവം. ഇതെന്ന് വെച്ചാൽ വെള്ളമൊക്കെ വറ്റി, എന്നാൽ ഫ്രൈ അല്ല, എന്നാൽ കറിയുമല്ലാത്ത ഒരു പരുവം. ഈ പരുവത്തിന് വേണം എടുക്കാൻ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അവൻ എല്ലാം തന്നെ ചെയ്താണ്, നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പറായിരുന്നു.